ഉണ്ട്. ഇവിടെ ഒരുപാട് രാജാക്കന്മാരുണ്ട്, നുമ്രൂദന്മാരുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇബ്രാഹിം ഇല്ല. ശരിയല്ലേ? ഈ നാടങ്ങനെ മദ്യത്തിൽ കിടന്ന് മുങ്ങുമ്പോൾ ഏറ്റവും അവസാനമായ അവതീർണമായ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ മദ്യത്തിനെതിരെ അതിശക്തമായ പ്രബോധനങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? കഴിഞ്ഞ ഞങ്ങളിവിടെ ഒരു സമരം നടത്തുമ്പോൾ നിങ്ങളുടെ ICAയും അതുപോലെ കുറെ അബീബുകളായ കുറെ ഇമാമുകളും വന്നതാണ് ഞങ്ങൾക്കൊരു ആവേശം ഉണ്ടായത്. നിങ്ങളുടെ ഈ മൗനത്തെക്കുറിച്ച് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്ത്? സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാത്തതിന് നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം പറയാൻ? അല്ലേ? സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത് ഈ നൂറ്റാണ്ടിൽ ഈ കാലത്ത് മദ്യത്തിനും ലഹരിക്കുമെതിരെ ആയിരിക്കണം. നിങ്ങൾ വേണ്ട പോലെ ഇളകുന്നില്ല. പക്ഷേ നിങ്ങളെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. കൊല്ലത്തിൽ ഒരു 52 കുത്തുബകൾ, 3-4 വയതുകൾ, ചിലർക്ക് മരിച്ചാൽ ആ വീട്ടിൽ ഖുർആൻ വായന, ഖുർആൻ പാരായണം, എത്രയോ കസറ്റുകൾ, ഒരു 5 മീറ്റർ കഫൻ തുണി കൊണ്ട് എങ്ങനെയാണ് പൊതിഞ്ഞ് ശവം മറവ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന സ്തോത്രങ്ങളും പ്രചാരണങ്ങളും. ഇത്രയേറെ 3 വയസ്സ് തൊട്ട് 4 വയസ്സ് തൊട്ട് മദ്രസയിലെത്തുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഇത്രയും ഭാഗ്യം ലഭിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഈ മഹാതിന്മയ്ക്കെതിരെ മൗനം പാലിക്കുന്നത്? നിങ്ങൾ പറയും ഞങ്ങൾ മൗനം പാലിക്കുന്നില്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വിരോധിക്കുക എന്ന് പറഞ്ഞാൽ വിശേഷണ രോധിക്കുക എന്നാ. വിശേഷമായ സ്പെഷ്യൽ റൂട്ടിലൂടെ, അപ്രോച്ചിലൂടെ എതിർക്കുക എന്നുള്ളതാ. അതുകൊണ്ട് അല്പബന്ധുക്കളെ ഞാൻ ചുരുക്കുകയാണ്, വളരെ ചുരുക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. എനിക്കൊന്ന് അവസാനമായി നിങ്ങളോട് പറയട്ടെ. അജറുൽ അസ്വദിനെ അറിയാമല്ലോ. അജറുൽ അസ്വദ് എന്നുള്ള ദേവലോക ശിലയാണ്. അജറുൽ അസ്വദ് എടുത്ത് പുറത്ത് വെച്ചത്, കഅബയിൽ എടുത്ത് പുറത്ത് വെച്ചത് കഅബ റിപ്പയർ ചെയ്യേണ്ട സമയത്തിലാണ്. അങ്ങനെ കഅബയുടെ റിപ്പയർ എല്ലാം കഴിഞ്ഞു. അജറുൽ അസ്വദ് എടുത്ത് കഅബയിൽ വെച്ചാലേ ആ പുണ്യക്ഷേത്രം പൂർണ്ണമായി പുണ്യമാവുകയുള്ളൂ. അങ്ങനെ ആരാണ് ഇതെടുക്കുക? അത് കുറെ ആളുകളൊക്കെ മത്സരിക്കുകയാണ്. അന്നത്തെ ഖുറൈശികൾ മത്സരിക്കുന്നു, നിരീശ്വരവാദികൾ മത്സരിക്കുന്നു. എല്ലാവരും പറയുന്നു ഞാൻ പിടിക്കാം. ആ മലയെടുക്കലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു, നമുക്ക് അയാളുടെ മധ്യസ്ഥം സ്വീകരിക്കാം. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അങ്ങനെ ഒരു വലിയ ഒട്ടകത്തിന്റെ തോല് കൊണ്ടുവന്ന് ഈ ഹജറുൽ അസ്വദ് എല്ലാവരും കൂടി ഉരുട്ടി ഈ തോലിൽ വെച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ആർക്കൊക്കെയാണോ ഇത് പിടിക്കേണ്ടത് എല്ലാവരും ഈ തോലിന്റെ ഓരോ ഭാഗം പിടിച്ചോളൂ. അങ്ങനെ എല്ലാവരും അഭിമാനത്തോടു കൂടി അത് കൊണ്ടുവന്ന് കഅബയിൽ പുനഃപ്രതിഷ്ഠിച്ചപ്പോൾ കഅബ പഴയ കഅബയായി. ഇത് ഞാൻ പറഞ്ഞത് 1967 ഈ കഅബയ്ക്ക് നമുക്ക് കേരളത്തിനൊരു പേരുണ്ടല്ലോ, അതായത് ദൈവത്തിന്റെ സ്വന്തം നാട്. അതിനെ ഞാൻ കഅബ എന്ന് വിളിക്കുന്നു ഇപ്പോൾ. പക്ഷെ 1967 EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളം നവീകരിക്കാൻ വേണ്ടി ഈ കഅബയിലെ അജറുൽ അസ്വദ് എന്ന് പറയുന്ന മദ്യനിരോധനം എടുത്ത് പുറത്തു വെച്ചു. പിന്നെ കഅബയല്ല. പിന്നെ ആര് വന്നിട്ടും ആർക്കും മത്സരമില്ല, ഞാനിതിവിടെ വെക്കും ആരും പറയുന്നില്ല. ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായ കഅബയാകണമെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എടുത്ത് പുറത്തു വെച്ച അജറുൽ അസ്വദ് എന്നുള്ള മദ്യനിരോധനത്തിന്റെ ശില ഇവിടെ എടുത്തു വെക്കാൻ നിങ്ങൾ സഹായിക്കണം. ഒരു തല ഞങ്ങളും പിടിക്കാം. ഞങ്ങൾ മദ്യനിരോധനക്കാർ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ കേരളമാവുകയുള്ളൂ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, മദ്യത്തിന്റെ തിന്മകളെ 10 തരക്കാർ മദ്യവുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കുന്നവർ, വിൽക്കുന്നവർ, കൊണ്ടുപോകുന്നവർ, കുടിക്കുന്നവർ, വിതരണം ചെയ്യുന്നവർ, അതിനൊത്താശ ചെയ്യുന്നവർ, മൗനം പാലിക്കുന്നവർ, 10 തരക്കാർ ഇസ്ലാമിന്റെ ഭാഷയിൽ, ഇസ്ലാമിന്റെ ശാസനങ്ങളിൽ കുറ്റവാളികളാണ്. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ളൊരു സമൂഹത്തോട്. പിന്നെയും നിങ്ങളോട് ഞാൻ പറയും, ഞങ്ങളുടെ നോട്ടീസിലുണ്ട്, നിങ്ങൾ ഇത് സദക്കയുടെ റമദാൻ എന്ന വാക്കിന് റമദ് എന്ന് പറഞ്ഞാൽ ചൂടിനൊരർത്ഥമുണ്ട്. ഇപ്പൊ ജൂൺ ജൂലൈ മാസം ചൂടുള്ള മാസമാണ്. ചൂടുള്ള മാസത്തിൽ ഉണ്ടായ വ്രതം എന്നല്ല റമദാൻ അർത്ഥം. റമദാന്റെ റമദ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും കൽബിലെ റമദാൻ. സമൂഹത്തിന്റെ നാശം കണ്ടുണ്ടാകുന്ന ദുഃഖം, സ്വന്തം സഹോദരങ്ങൾ നശിക്കുന്നതിലുള്ള ദുഃഖം, ലോകത്തിന്റെ വേദന അനുഭവിക്കുന്നതിനുള്ള ദുഃഖം, നന്മ ചെയ്യാൻ കഴിയാത്തതിലുള്ള ദുഃഖം, ആ റമദ് അനുഭവിക്കുകയാണ് നമ്മുടെ കൽബ്. ഈ റമദ് ചൂട് അനുഭവിക്കുന്ന അവസ്ഥയാണ് തപിക്കലാണ് താപം, അതാണ് തപസ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവെന്ന. ഇസ്ലാം എന്ന വാക്കുണ്ടായത് സിൽമ് എന്ന ശബ്ദത്തിലാണ്. സിൽമ് ശാന്തിയാണ്. ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്ന് ഭാരതം നേരത്തെ പറഞ്ഞു. ആ ശാന്തിയാണ് സിൽമ്, അതാണ് സലാം എന്ന് പറയുന്നത്. ആ സിൽമാണ് ക്രിസ്ത്യാനിയുടെ ശാലു. നമ്മൾ ഒരു വ്യത്യാസവും ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. വെറും മദ്യനിരോധനം കൊണ്ടൊന്നും രാജ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ഒന്നാണ്, ഏകമാണ്. ഒരു സമുദായത്തിലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുന്ന വേറൊരു വാക്ക് പറയാം ഞാൻ, ആനന്നാസുമ്മത്തും വാഹിദ. അതാണ് ആത്മബന്ധു എന്ന് ഞാൻ വിളിക്കുന്നത്. ആ ആത്മബന്ധുതാ ബോധം കൊണ്ടാണ്. ഇതേ ഞാനൊരു ബന്ധമുണ്ട് പറയാൻ നേരമില്ലാഞ്ഞിട്ടാ.
ഇവിടെ മാലിക് ദീനാർ കേരളത്തിൽ വന്നപ്പോൾ മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരുന്നില്ല. പിന്നെ എങ്ങനെ ഇവിടെ മുസ്ലിം മക്കളുണ്ടായി? അന്നത്തെ 10-60 തലമുറകൾ അന്നുള്ള എൻ്റെ വലിയമ്മയുടെ അനിയത്തിയോ ഏടുത്തിയാണ് അന്നത്തെ മുസ്ലിങ്ങളുടെ ഭാര്യയായത്. അതുകൊണ്ട് നിങ്ങളും ഞാനും ഇദ്ദേഹവും ഞാനും ഏടുത്തി അനിയത്തി അമ്മ മക്കളാണ്. അതുകൊണ്ട് ആത്മബന്ധു എന്ന് വിളിക്കുന്നത്. ഈ അച്ഛൻ്റെ പാർട്ടി സെന്റ് തോമസ് കേരളത്തിൽ വരുമ്പോൾ പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ല. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളിലാണ് കുഞ്ഞുങ്ങളുണ്ടായത്. അതുകൊണ്ട് അച്ഛനും ഞാനും ഏടുത്തി അനിയത്തി അമ്മ മക്കളാണ്. അതാണ് ആത്മബന്ധം. ആ ബോധം നമുക്കുണ്ടായിരിക്കുമ്പോഴാണ് ഒരാൾ ഖുർആന്റെ അനുയായിയാകുന്നത്, ഒരാൾ ഗീതയുടെ അനുയായിയാകുന്നത്, ഒരാൾ ബൈബിളിന്റെ അനുയായിയാകുന്നത്. സമയം ദീർഘിക്കുകയാണ്. എൻ്റെ സ്നേഹിതൻ മുജാഹിദിന്റെ പ്രസംഗം നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങളോട് പറയാനുള്ളത്, ഈ ICA ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ അമീർ ഇവിടെ ഉണ്ട്. ഇസ്ലാമിക് കൾച്ചറൽ എന്നുള്ള പേര് നിലനിർത്തുമ്പോൾ നാം തിന്മയെ ചെറുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ICA മാത്രം 100 പേർ ഒരു ദിവസം ഞങ്ങളുടെ സത്യാഗ്രഹ പന്തലിന്റെ അടുത്ത് വന്നൊരു മുദ്രാവാക്യം വിളിച്ചാൽ ഗവൺമെന്റ് ചിന്തിക്കും. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം വരും, ഹിന്ദുക്കൾ വരും. അപ്പൊ ചിലര് ഈ നമ്മളുടെ ഇവിടെ ഉണ്ടോ, തബ്ലീഗുകാരുണ്ടല്ലോ, ഉണ്ടാവും. തബ്ലീഗുകാർ ഞങ്ങളുടെ മലപ്പുറത്തൊക്കെ സമരത്തിൽ വന്ന് പറഞ്ഞു, മാഷേ ചെറിയ മാഷേ ഞങ്ങൾ സമരത്തിനൊന്നുമില്ല, മുദ്രാവാക്യം വിളിക്കാനൊന്നും ഞങ്ങളില്ല, പിന്നെ നിങ്ങൾ എന്താ ചെയ്യും? മറ്റു സഹായം. ഞാൻ പറഞ്ഞു, ഉസ്താദേ ഈ മുദ്രാവാക്യം വിളി എന്ന് പറഞ്ഞാൽ ദുഗ ചെയ്യലാണ്. പൂട്ടണേ ദൈവമേ പൂട്ടണേ ദൈവമേ എന്ന് പാടുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞ ഉസ്താദെ, ഈ പന്തൽ നിങ്ങൾ പഴയ ശ്രാമ്പി പോലെ വിചാരിച്ചാൽ മതി. ഇതൊരു ഇത്തിക്കാഫാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് അയാൾ വന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ഫോറിലാണ്. ഞങ്ങൾക്കൊക്കെ കാര്യമായ സഹായമൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇത് കക്ഷി മറന്നുകൊണ്ട് തിന്മയ്ക്കും കക്ഷിയില്ല, നന്മയ്ക്കും കക്ഷിയില്ല. ഏറ്റവും വലിയ തിന്മ നന്മയെ വിഴുങ്ങുകയാണ്. അതുകൊണ്ട് ആത്മബന്ധുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ആ പന്തലിൽ ഞങ്ങളുടെ ഇത്തിക്കാഫിന് നിങ്ങൾ വരണം. നിങ്ങളുടെ ഖുർആൻ പറയുന്നു, ജിഹാദിൽ ഇടപെടുന്നവർക്ക് സക്കാത്തിന് അർഹതയുണ്ടെന്ന്. നിങ്ങളെ ഓശാരത്തിനൊന്നും തരണ്ട, ഞങ്ങൾ ജിഹാദിൽ ഇടപെടുകയാണ്. ആ സക്കാത്ത് ഒരു ഇൽമിന്റെ വികസനത്തിനുള്ള ഒരു സദക്കയായി നിങ്ങൾ കാണണം. ഞാൻ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പണമൊന്നുമില്ല, ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ്. 953 ദിവസം മലപ്പുറം സമരം നടത്തി ഞങ്ങൾ പിടച്ചു പോയതാണ്. ഇപ്പോഴും ഞങ്ങൾ ദൈവത്തെ, അള്ളാഹുവിനെ നിയ്യത്താക്കിക്കൊണ്ട്, ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, മാ മനുസ്മര യുദ്ധ്യജ. ഈശോ പ്രവാചകൻ പറഞ്ഞു, ഈശാ നബി പറഞ്ഞു, കലപ്പയിൽ കൈവച്ചുകൊള്ളൂ, തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾക്കൊരു സുപ്രഭാതം കാണുന്നു. ഈ നാടിനെ മദ്യത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇസ്ലാം സമൂഹം ഒന്ന് മുന്നിട്ടിറങ്ങിയാൽ മതി. കേരളത്തിൽ ബാക്കിയെല്ലാവരും പിമ്പേ വന്നുകൊള്ളും, അതിന്റെ പിന്നിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരിക്കും. ഏതായാലും മഹിതമായ സായാഹ്ന സംഗമത്തിന് അനുവാദം നൽകിയ, അനുഗ്രഹം നൽകിയ ദയാനിധിയായ ദൈവത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ തുതി